അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്കുള്ളൊരു വരവാണ്. ഒരു മാരക എൻട്രി തന്നെയായിരുന്നു. പറയുന്ന ആളല്ല, പാട്ടുകാർക്കാണ്. ഞാനൊരു പാട്ട് പാടിയിട്ട് പോകണം. 1,00,000 രൂപയും എന്തിനകത്ത് സമ്മാനത്തിൽ തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അടിപൊളി പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സ്നേഹതീരത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടില്ലേ, കുറേ പോലീസുകാരൊക്കെ പോകുന്നുണ്ടല്ലേ. ഇവിടെ വേടൻ വരുന്നുണ്ട്, വേടൻ്റെ ഒരു പരിപാടി ഉണ്ട്, വേടനെ ഒന്ന് ഒതുക്കത്തിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് വരികയാണ്. വേടൻ്റെ പ്രോഗ്രാമുള്ള സ്ഥലത്തേക്ക് പോയാൽ വേടൻ്റെ അരികത്തേക്കും കൂടി നമുക്കൊന്നും എത്താൻ കഴിയില്ല, അത്രയും തിരക്കായിരിക്കും. അപ്പോൾ അത്ര തിരക്കില്ലാത്തൊരു സ്ഥലമാണ് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ വേടൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആംബുലൻസ് സർവീസ്, പോലീസിൻ്റെ ഒരുപാട് സെക്യൂരിറ്റി, ഫയർഫോഴ്സ്, എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്നേഹതീരം ബീച്ച്. ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ അടുത്തുള്ള പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ്, വായനശാല, അവരുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് വേണ്ടി പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്യുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ വേടൻ ഉടനെ ഇവിടെ വരും. വേടനെ അടുത്ത് കാണാം, വേടനെ അടുത്ത് കണ്ടിട്ട് അതിൻ്റെ സന്തോഷം പങ്കിടാം എന്നുള്ളൊരു ആകാംക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ട് ഇപ്പോൾ മനസ്സിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് വരുന്നത്. സ്റ്റേജിലേക്ക് ആളുകൾക്ക് പോകാനുള്ളൊരു വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ സ്റ്റേജിലും അതുപോലെ പുറത്തൊക്കെ ആയിട്ട് വേടൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ട്. വേടൻ്റെ അതേ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലൊക്കെ നടക്കുന്ന ഈ കുട്ടിപ്പട്ടാളൊക്കെ വേടൻ്റെ വലിയ ഫാൻസാണ്. ഇവരിവിടുത്തെ പ്രിയദർശിനിയുടെ ഒരു മെമ്പേഴ്സ് കൂടിയാണ്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ പ്രിയദർശിനിയുടെ ആളുകളാണ് അല്ലേ? ആരൊക്കെ ഇതിൽ? എല്ലാവരും മെമ്പർമാരല്ലേ? നിങ്ങളുടെ ക്ലബ്ബ് ഇത്തരത്തിലുള്ള പരിപാടി ഇതിൻ്റെ മുന്നേ വെച്ചിട്ടുണ്ടോ? വേടൻ ഇതിൻ്റെ മുന്നേ നിങ്ങളുടെ ക്ലബിൻ്റെ പരിപാടിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾ ആരെങ്കിലും വേടൻ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഇയാൾ കണ്ടിട്ടുണ്ട്? എവിടുന്ന കണ്ടിട്ടുണ്ട്? ശോഭമള്ളി അല്ലേ? വേടൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്തുകൊണ്ടാണ് വേടൻ അത്രയും കൂടുതൽ ഇഷ്ടം? പാട്ടല്ലേ? നല്ല പാട്ടുകാരനാണ്. ഇതിന് മുന്നേ കണ്ട ഒരാളെ പോലെ. നിന്റെ പേരെന്താ? നിന്റെ പേര്? കണ്ടോളൂ. ഹംദാന, റാഷിദ്, ഹസൻ, ശ്രീരാജ്, നിവേദ്, ജാസ്മിൻ, മുഹമ്മദ് മുക്താർ. അപ്പൊ നിങ്ങളൊക്കെ അടിപൊളി പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് സ്റ്റേജിൽ നിന്ന് നമുക്ക് സദസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച. പരിപാടി 3 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 1:30 അപ്പോൾ തന്നെ ഏകദേശം ഇവിടെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേഹതീരം ബീച്ച് കടലിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇന്ന് വലിയ മഴയില്ലാത്ത ഒരു തെളിഞ്ഞ ആകാശമുള്ളൊരു ദിവസമാണ്. എന്തായാലും ഈ പരിപാടി നല്ല രീതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഇതേവിടെ മീഡിയ എന്നുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വേടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ അവിടെ പരിപാടികൾ നടത്താൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ ഹീറോ വേടൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് സെക്യൂരിറ്റിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സ്റ്റേജിലേക്ക് അദ്ദേഹം വരുന്നത് കേട്ടോ. നമുക്ക് കാണാം. ശരിക്കും ഒരു സെലിബ്രിറ്റിക്കും കേരളത്തിൽ ഇത്രയും അധികം ഒരു ആരാധകരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ ആ വരവുണ്ടല്ലോ, അതൊരു 1.5 വരവാണ് മക്കളെ. അതൊന്ന് കാണുക തന്നെ വേണം. വേടൻ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് വേടൻ്റെ കൊണ്ടൽ എന്ന ആൽബത്തിലെ
ആ ഒരു പാട്ട് കടലമ്മ കരഞ്ഞല്ലേക്ക് പറ്റത് എന്നുള്ള പാട്ട് ആ പഞ്ച് മ്യൂസിക്കോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ച് അതിൻ്റെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ വേടൻ സ്റ്റേജിലേക്കുള്ള എൻട്രൻസ്. മക്കളെ ആ ഒരു പഞ്ച് പവർ നമ്മളൊന്ന് അനുഭവിച്ചറിയന്നെ വേണം. ആ പാട്ടിൻ്റെ മ്യൂസിക് ഇങ്ങനെ നടക്കുമ്പോൾ രജനീകാന്തിന് പോലും കിട്ടാത്ത അത്രയും പവറാണ് അദ്ദേഹത്തിൻ്റെ നടത്തത്തിന് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നമ്മളൊന്ന് നേരിട്ട് കാണാൻ ഇവിടെ ഉണ്ടല്ലോ, കുട്ടികൾ അതിമാരക കളി കളിക്കുകയാണ്. നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യണമെന്നുണ്ട്, പക്ഷേ പ്ലേ ചെയ്താൽ കോപ്പിറൈറ്റ് അടിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാട്ട് പ്ലേ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും കടലമ്മ കരഞ്ഞല്ലേ പറ്റത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേടൻ്റെ ആ ഒരു മാസ എൻട്രി ഇട്ടാൽ അത് ശരിക്കും നേരിട്ടൊന്ന് അനുഭവിക്കാൻ വേണം. ഒരു വല്ലാത്ത ചെറുപ്പക്കാരൻ തന്നെയാണത്. കാന്തം പോലെ ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ചെറുപ്പക്കാരനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ, വേടൻ എവിടെയെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അദ്ദേഹത്തിനെ കാണാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. ആ ഒരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ നമ്മളൊന്ന് അനുഭവിച്ചറിയണം. എന്താണ് മനുഷ്യർ, എന്തിനാണ് മനുഷ്യർ ഇങ്ങനെ പെടാപ്പാട് പെടുന്നത് ജീവിതത്തിൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ വേടൻ്റെ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക ഡാൻസ് പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മഴവിൽ മനോരമ പരിപാടികളിലൊക്കെ ഫേമുകളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി തുടങ്ങാനായി ഒരുപാട് ആളുകൾ ഇവിടെ ബീച്ചിൽ കൂടിയിട്ടുണ്ട്. യുവാക്കൾ മാത്രമല്ല, പ്രോഗ്രാമിന് യുവാക്കളാണ് കൂടുതലായും വരിക എങ്കിൽ ഈ ഒരു പരിപാടിക്ക് കുടുംബസമേതമാണ് ആളുകളൊക്കെ വന്നിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളൊക്കെ ധാരാളമുണ്ട്. മീഡിയ പേഴ്സൺസ് പിന്നെ പറയണ്ടല്ലോ, അതിമഹാരകമായിട്ടുള്ളൊരു ഒഴുക്കാണ് മീഡിയയുടെ ഭാഗത്തുനിന്ന് വേടൻ്റെ പരിപാടികൾക്ക് ഉണ്ടാകുന്നത്, വേടൻ്റെ പുറകെ ഉണ്ടാകുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് ആളുകൾ വേടനെക്കുറിച്ച് അറിയാൻ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് മീഡിയകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് വാർത്തകൾ, വിവരങ്ങൾ കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മീഡിയക്കാർ ഇങ്ങനെ വേടനെ ഫോളോ ചെയ്ത് നടക്കുന്നതെന്ന് തോന്നുന്നത്. എന്തായാലും ഒരു വല്ലാത്ത ആകർഷണമുള്ളൊരു ചെറുപ്പക്കാരൻ തന്നെയാണ് വേടൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓരോ പരിപാടിക്ക് പോകുമ്പോഴും നമുക്കതാണ് മനസ്സിലാകുന്നത്. വേടൻ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സ്റ്റേജിൽ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചേർന്ന ടീമുകളുടെ ഒപ്പം സന്തോഷം പങ്കിടാൻ വേണ്ടി വേടൻ വരികയാണ്. അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ അവരോടൊപ്പം അവിടെ ഇരിക്കുകയാണ്. മറ്റെവിടെയല്ല, സ്റ്റേജിൽ നിലത്താണ് ഇരിക്കുന്നത്. വേടന് മാത്രം കഴിയുന്ന പ്രത്യേകതകളിലൊന്നാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും സെലിബ്രിറ്റിയായ ഒരാൾ സാധാരണ കുട്ടികളോടൊപ്പം ഇങ്ങനെ നിലത്തിരുന്ന് സെൽഫി എടുക്കാനും അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേടന് മാത്രം പറ്റുന്ന ചില കഴിവുകളാണ് ഇതൊക്കെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ വിഭാഗം ആളുകളും വേടനെ ഇത്രയും അധികം സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് മുൻ MP-യും അതുപോലെ തന്നെ MLA-യും ഒക്കെ ആയിട്ടുള്ള വലിയൊരു നേതാവാണ് TN പ്രതാപൻ. എന്തായാലും ഈ വേടൻ്റെ ഈ എളിമ നമുക്ക് എല്ലാവർക്കും മാതൃക ആക്കാവുന്നതാണ്. ഒരു വല്ലാത്ത കാന്തശക്തിയുള്ള ചെറുപ്പക്കാരൻ തന്നെയാണ് ഹിരൺദാസ് മുരളി, യാതൊരു തർക്കവുമില്ല. അപ്പോൾ കുട്ടികളോടൊക്കെ കുശലം പറയുന്നത് കണ്ടില്ലേ, എത്ര ചെറിയ ഒരു ഏട്ടനായിട്ടാണ്, സഹോദരനായിട്ടാണ് ഓരോ കുട്ടികളോടും അദ്ദേഹം വർത്തമാനം പറയുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ അങ്ങനെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം അടുത്ത ഔദ്യോഗിക പരിപാടികൾ സ്റ്റേജിൽ ആരംഭിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്ന ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേജ് അറേഞ്ച് ചെയ്യുകയാണ്. മുന്നിലൊരു ടേബിളൊക്കെ കൊടുന്നതിന് ടേബിൾ ഷീറ്റ് വിരിക്കുകയാണ്. അതുപോലെ തന്നെ മൈക്ക് പീഠം അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെയർസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. ഏകദേശം നടുവിലായിട്ടാണ് വേടന് സീറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് മുതിർന്ന എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള തത്വചിന്തകരൊക്കെ ആയിട്ടുള്ള അശോകൻ ചെരുവിൽ, അതുപോലെ തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ആവേശം തന്നെയാണ് എല്ലാ ആളുകൾക്കും വേടനുമായിട്ട് സ്റ്റേജ് പങ്കിടാൻ എന്നാണ് അത് നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനിടയിൽ ചില ആളുകളൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വേടൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചത് കൈമാറാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാം ഏറ്റുവാങ്ങുന്നതും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും. ആ കുട്ടിയുടെ അച്ഛനാണെന്ന് തോന്നുന്നുണ്ട്. അച്ഛനോടും ആ മകനോടും
വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ സ്വീകരിച്ച ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളെടുത്ത് കൊടുത്തയച്ചു. അതുപോലെ അതിന് ശേഷം അവിടെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ ഒരു ചെറിയ കാരണം ഉണ്ട് എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെറിയ കുരു അങ്ങനെ എന്തോ കണ്ണിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മറയ്ക്കാനും കൂടി ആയിട്ടാണ് ചിലപ്പോൾ അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. എന്തായാലും കൂളിംഗ് ഗ്ലാസ് വെച്ച ഒടുക്കത്തെ ലുക്ക് തന്നെയാണ്, അതിൽ യാതൊരു തർക്കമില്ല. ഇനി നമുക്ക് പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ചില സ്പീച്ചുകളൊക്കെ ഒന്ന് കേൾക്കാം. പരിപാടി ആരംഭിച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക്. ശ്രീ ആലങ്കോട് ലീല കൃഷ്ണൻ ഈ തളിക്കുളവുമായി ഒരു പുട്ടും കൂടി ബന്ധമുണ്ട്. നാട്ടിക ശ്രീനാരായണ ഒരുപക്ഷെ വേടന് കറുത്ത ബുദ്ധൻ എന്ന് വേടനെ വിശേഷിപ്പിക്കാനാണ് ഈ കടലോരത്തിന് കൂടുതൽ പ്രിയമെന്ന് കൂടി പ്രത്യേകം എടുത്തു പറയുന്നത്. കേരളത്തിൽ ആദ്യമായി വേടൻ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് പ്രിയദർശിനി പുരസ്കാരം. അതിനുശേഷമാണ് പിന്നീട് തിരുവനന്തപുരത്ത് മറ്റൊരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഈ പുരസ്കാരത്തിന് എൻ്റെ പ്രശസ്തി പത്രം ഡോക്ടർ NS അബ്ദുൽ ഹമീദ് ആദ്യം വായിക്കും. ശേഷം ഷാഫി പറമ്പിൽ തയ്യാറാക്കിയ ഫലകവും 1,00,000 രൂപയുടെ സമ്മാനവും വേടന് സമ്മാനിക്കും. പ്രിയദർശിനി വായനശാല പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിക്കുന്ന ഈ നിമിഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിൻ്റെതാണ്. ചരിത്രം ഒരു പ്രഹസനം പോലെ വീണ്ടും ആവർത്തിക്കുന്ന പുതിയ കാലത്ത് പ്രതിരോധത്തിന്റെ കടലിരമ്പങ്ങളിൽ തന്റെ പാട്ടും പറയലും കവിതയും സംഗീതവും നിറക്കുന്ന പോരാളിയായൊരു കലാകാരനായി ഞങ്ങൾ വേടനെ കരുതുന്നു. അയാളുടെ പാട്ടിന്റെ പൗരാണിക താളം പോർമുഖങ്ങളിലെ ഒരു പോരാളിയുടെ ഗർജനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് പുതിയ വീണ്ടെടുപ്പിന്റെ ഉറങ്ങിപ്പോകാത്തൊരു വെടിപ്പാണ്. മുൻപേ പറഞ്ഞകന്ന മഹാമനുഷ്യരുടെ വലിയ തീരങ്ങളിൽ നിന്നും ഉയരുന്ന നിസ്വനം ഞങ്ങൾ വേടന്റെ പാട്ടുകളിൽ അറിയുന്നു. ഇക്കാലം ഉറക്കുപാട്ടുകളുടേതല്ലെന്നും ഉണർത്തുപാട്ടുകളുടേതാണെന്നുമുള്ള ബോധ്യങ്ങളുടെ പേമാരി അത് ഞങ്ങളുടെ ശിരസിലേക്ക് കോരിയെടുക്കുന്നു. ഈ പുരസ്കാരം ഒരു പോരാളിക്കുള്ള ഞങ്ങളുടെ ഹൃദയാഭിവാദ്യമാണ്. അഭിജാതരുടെ പ്രൗഢിത്തിനും ഉഷ്ണരാഷ്ട്രങ്ങൾ കൊണ്ടിരെ നിന്ദിതരായ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ ഹൃദയ വിസ്ഫോടനമായി വേടന്റെ കലയും കവിതയും പാട്ടും പറയലും ഇനിയും പെയ്തു വീഴുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പശ്ചിമസാഗരത്തെ ഈ മഹാജനസഞ്ചയത്തെ സാക്ഷിയാക്കി പ്രഥമ പ്രിയദർശിനി പുരസ്കാരം സ്വാഭിമാനം സാധനം വേടന് സമർപ്പിക്കുന്നു. TN പ്രതാപൻ, മുൻ MP പ്രസിഡന്റ്, പ്രിയദർശിനി സ്മാരക സമിതി, സ്നേഹതീരം തളിക്കുളം. പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി അഭിവന്ദ്യനായ MP ശ്രീ ഷാഫി പറമ്പിലിനെ ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട വേടനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാവീരയ്യങ്കാളിയും കൊയ്തിരിലപ്പച്ചനും ബാബാ സാഹേബും മഹാത്മാഭൂരയും തുടങ്ങി ആസാദും ബെമുലയും അടക്കം ഉയർത്തിയ ഒന്നുമില്ലാതായി പോയവന്റെ എന്നാൽ എല്ലാം ഉള്ളവന്റെ രാഷ്ട്രീയം പറയുന്ന വേടന് ഹിരൺദാസ് മുരളിക്ക് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം ഷാഫി പറമ്പിലമ്പി സമ്മാനിക്കുന്നു. രൂപയുടെ സമ്മാനം വേടന് നൽകുന്നു. ഷാഫി പറമ്പിൽ MP, ശ്രീ TN പ്രതാപൻ, CC മുകുന്ദൻ എന്നിവർ. പ്രശസ്തി പത്രം സമ്മാനിക്കുന്നു. ഷാഫി പറമ്പിൽ MP, ശ്രീ TN പ്രതാപൻ, CC മുകുന്ദൻ എന്നിവർ. മണ്ണിനും മണ്ണിന്റെ മക്കൾക്കും വേണ്ടി അക്ഷരങ്ങൾ കൊടുത്ത ശബ്ദമില്ലാതായി പോയവരുടെ ഒച്ചയായി മാറിയ പ്രിയപ്പെട്ട വേടൻ നമ്മോട് സംസാരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വേദിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇവിടെ ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായു എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടാകുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് പ്രധാനപ്പെട്ട അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് എല്ലാവരുടെയും പറഞ്ഞ് നമ്മൾ രണ്ടാമത് മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയാണ്. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പോക്കുവെയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയില് കുറച്ച് അവാർഡുകൾ കിട്ടുന്നത് ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണ് ഇല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനത്തിൽ തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രധാനപ്പെട്ട ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ചെയ്തോളൂ പ്രധാനപ്പെട്ട. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഒരെണ്ണം പൊളിക്കാനുണ്ടോ, ഞാൻ പൊളിച്ചോട്ടെ അത്. അപ്പൊ ഇത്ര വലിയ വേദിയില് ഇന്ന് പ്രിയദർശിനിയുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളോട് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട പിറന്നാൾ കൂടിയാണ്. ഞാനിന്ന് കാലത്തറിഞ്ഞത് എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു, ഭയങ്കര ലോകമായി പോയത്. കേട്ടില്ല, വലിയ അധികം വയസ്സായില്ല, 10-25 വയസ്സായിട്ടൊന്നും പറയണോ. എല്ലാവർക്കും അറിയാൻ പ്രധാനപ്പെട്ട ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രധാനപ്പെട്ട എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനെയാണ് ഞാൻ പ്രധാനപ്പെട്ട കണ്ടിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇത്രയും മനോഹരമായിട്ട് പറയുന്ന ആളല്ല, പാട്ടുകാർക്കാണ്. ഞാൻ 2 പാട്ട് പാടിയിട്ട് പോകോളാം. എന്തായാലും കടലിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ കടലിനെ നമ്മളതിനേക്കാളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരു മനുഷ്യനും കൂടിയാണ് പ്രധാനമായിട്ട്. അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ഞാൻ കടലിനെ കുറിച്ച് തന്നെ ഒരു പാട്ട് പാടാം. റെഡിയല്ലേ? മ്യൂസിക് ഒന്നുമില്ല, വെറുതെ പാടുന്നുണ്ട് നമ്മളെ മക്കളെ. കടലമ്മ കരഞ്ഞല്ലേ കെട്ടത്, കണ്ണീരലമ്മ വളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരലമ്മ വളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പുകാട്ടി മീന് മണക്കും നടുക്കടലില് കൊണ്ടാൽ കാറ്റുകൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മനൻ ഇനി നായകനോ? ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ? കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ? ഒരുപാട് സന്തോഷമുള്ള മക്കളെ ഒരു വലിയ വേദിയിൽ വരാൻ പറ്റിയത്. ഒരു പാട്ട് കൂടെ കാണോ? ഏത് പാട്ട് പാടണം മക്കളെ? ഏത് പാട്ട് പാടണം? തലപ്പാവിന്റെ പാട്ടോ? അത് അതാ ഈണമില്ലാതെ പാടാൻ പറ്റില്ല. ഞാൻ ആ വരി മാത്രം പറഞ്ഞോളാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ല് വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിനത് തിളക്കം, എന്റെ തലപ്പാവിനത് തിളക്കം. എല്ലാവർക്കും അറിയാലോ ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് വരുന്നത്? അറിയാം ആർക്കെങ്കിലും? അയ്യങ്കാളിയാണ്. പിള്ളേർക്കൊക്കെ അറിയാത്തവരുണ്ട് എല്ലാവർക്കും. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വലിയ രീതിയിൽ പറഞ്ഞുതരാം അയാൾ ആരാണെന്ന്. അപ്പൊ ഇനി എന്താ പേര്? ഇനി നമ്മള് കേക്ക് മുറിക്കൽ ചടങ്ങാണ്. പ്രധാനപ്പെട്ട അറിയില്ല, കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട കാര്യം. ഇത് ഞങ്ങള് പ്രധാനപ്പെട്ട പിറന്നാള് പറിച്ചു വെച്ച പോലെ തന്നെ കേക്ക് കാര്യം ഞങ്ങൾ പറിച്ചു വെച്ചിരിക്കുന്നു പ്രധാനപ്പെട്ടോട്. അടുത്ത കേക്ക് മുറിക്കാൻ പ്രധാനപ്പെട്ട മക്കളായ ആഷിഖ് അൻസിയും അപ്പോ അമ്മയാണ് ഒരു സ്ഥലത്തില്ല. അപ്പോ പ്രധാനപ്പെട്ട സർപ്രൈസ് കൊടുത്തത് ഈ നിമിഷം വരെ പ്രധാനപ്പെട്ടത് അറിഞ്ഞിട്ടില്ല.
അച്ഛന് വേണ്ടി മക്കൾ നൽകുന്ന സ്നേഹം. കണ്ണിലെ മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കണ്ണ് കണ്ണുകൊണ്ടെന്ന മയക്കി മയക്കി എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ, ഇത് രണ്ടാം പിറവിയെ. കുപ്പത്തൊട്ടി മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ, കത്തിയെയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരൽ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും. നിന്നെ ബാങ്കോക്ക് വരച്ചതോ, മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് കേക്ക് മുറിക്കുന്ന ചടങ്ങായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് രമ ചേച്ചി, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട സഹധർമ്മിണി, അവിടെ പുള്ളിക്കാരിയുടെ ചേച്ചി കൂടി വരണം. പ്ലീസ് പ്ലീസ് വരണം. ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ അഭ്യർത്ഥന കൂടിയാണ്. മാമാവാൻ അതുകൊണ്ട് ഇത് കേക്ക് മുറിക്കുന്ന കാര്യം, കേക്ക് വാങ്ങിക്കുന്ന കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനപ്പെട്ട കേക്ക് മുറിക്കുന്നത്. ഇത് ഞാൻ തരുന്ന സമ്മാനമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങൾ സഹോദരന്മാരെല്ലാം കൂടി തരുന്ന സമ്മാനമാണ്. ഓക്കെ, തരുന്ന സമ്മാനം. പ്രിയദർശിനി സ്മാരക ലൈബ്രറിയിലേക്കുള്ള വേടൻ നൽകുന്ന പുസ്തകങ്ങൾ വേടൻ ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ ടി എൻ പ്രതാപൻ കൈമാറുകയാണ്. പുസ്തകങ്ങളും തനിക്ക് പുരസ്കാരത്തിന്റെ ഭാഗമായി ലഭിച്ച 1,00,000 രൂപയും. ഈ 10 പുസ്തകത്തിന്റെ കൂടെ ഇപ്പൊ നമുക്ക് പുരസ്കാരമായിട്ട് ലഭിച്ചിരിക്കുന്ന 1,00,000 രൂപ കൂടി പുസ്തകമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അപ്പോൾ വേടൻ്റെ വക കുറച്ച് പുസ്തകങ്ങൾ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്. അതിനോടൊപ്പം തന്നെ വേടന് പുരസ്കാര തുകയായിട്ട് ലഭിച്ചിട്ടുള്ള 1,00,000 രൂപ മുഴുവനായിട്ടും വായനശാലയിലേക്ക് തന്നെ അദ്ദേഹം കൈമാറി. വായനശാലയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള ഫണ്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ തുക അദ്ദേഹം കൈമാറിയത്.
എന്താണ് ഈ ചെറുപ്പക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും ഗൈസ്. അത്രയും ആഴത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ചിന്ത എല്ലാം. ഇത് മറ്റൊരു ആരാധകൻ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരച്ച് അദ്ദേഹത്തിന് കൈമാറുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. അത് നോക്കിയിട്ട് ഒരു എന്താ പറയുക, ഒന്ന് ഞെട്ടിയ പോലെയൊക്കെയാണ് അദ്ദേഹം നോക്കുന്നത്. എന്തായാലും അതിഗംഭീര ഫോട്ടോ ആണ് വരച്ചിട്ടുള്ളത്. ഒരു വിപ്ലവ പോരാളിയുടെ ലുക്ക് തന്നെയാണ് ആ ചിത്രത്തിന് ഉള്ളത് എന്നാണ് അത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി അതിലും അതിമാരകമായിട്ടുള്ളൊരു ഐറ്റമാണ് അടുത്തത് വരുന്നത്. നൂലുകൊണ്ട് വരച്ചതാണ് വേടനെ. വിവിധ പൊസിഷനുകളിൽ നൂല് കെട്ടിയപ്പോൾ അതിനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ടാവും, അറിയാവുന്നവരോ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അത്തരത്തിലൊരു ക്യാൻവാസിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമാരക കഴിവ് തന്നെയാണ് ഈ ഒരു സംഗതി എന്ന് യാതൊരു തർക്കവുമില്ല. ഇത്രയും അപ്പോൾ കൂടുതൽ സ്നേഹം ആളുകൾക്ക് ഈ വേടനോട് തോന്നുന്നതും അത് നൽകുന്നതുമൊക്കെ എന്തായിരിക്കാം, വേടനും അത്രയും സ്നേഹമുള്ള ഒരാൾ തന്നെ ആവും അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയുമൊക്കെ ആളുകളുടെ പിന്തുണയും സെലിബ്രിറ്റിയൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ആ എളിമ ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാത്തിനും ഒതുങ്ങി നിന്ന് കൊടുക്കുന്ന, അനുസരിക്കുന്ന ഒരു സൂപ്പർ ചെറുപ്പക്കാരൻ തന്നെയാണ് വേടൻ ഹിരൺദാസ് മുരളി. ഇതായിപ്പോൾ കുറേ ഫാമിലീസ്, അമ്മമാർ, കുട്ടികൾ ഒക്കെ ചേട്ടൻ എന്ന് പോലെ കാണുന്ന വേടനെ, അല്ലെങ്കിൽ സ്വന്തം മകന് എന്ന് പോലെ കാണുന്ന വേടനെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതിനിടയിലും അദ്ദേഹത്തിൻ്റെ ഫാൻസ്, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ട് അദ്ദേഹത്തിന് കൈമാറുന്നുണ്ട്. എല്ലാം അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഇപ്പം നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്രയും ചിത്രങ്ങൾ നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇതേവരെ അമ്മ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു പൊന്നാടയൊക്കെ അണിയിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് വന്നവരും പോയവരും എല്ലാം. വേടൻ്റെ ഫാൻസും വേടൻ്റെ ഫാമിലിയും എല്ലാം തന്നെ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം അത്രയും നല്ലൊരു സമയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം തിരുത്തി ഞാൻ മുന്നേറും, ഇനി തെറ്റുകൾ ആവർത്തിക്കില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ച്, അത്തരത്തിലൊന്നും പ്രഖ്യാപിക്കാൻ എല്ലാവരെ കൊണ്ടൊന്നും കഴിയില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്, തുറന്ന് പറയുന്നുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് ഇത്രയും ഉയരങ്ങളിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് സാഹചര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പരിപാടിയുടെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടിയിലേക്കാണെന്ന് തോന്നുന്നു ഇവിടുന്ന് ഇറങ്ങുകയാണ്. പക്ഷെ അത് എത്ര എളുപ്പമല്ല സ്റ്റേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്കുള്ള പോക്ക് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എത്രയും ചെറുപ്പക്കാരും ആളുകളും പിന്നാലെ നടന്ന് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സെൽഫി, ഒരു സംസാരം, ഒന്ന് തൊടുക എന്നുള്ള വികാരം ഉൾപ്പെടെ ആളുകൾ അവിടെ എന്താ പറയുക കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല സെക്യൂരിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വേടനെ അവർ നേരെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാലും കുറേ ആളുകൾ പിന്നാലെ നടന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയും സംഘാടകരും ഒന്നും തന്നെ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. നല്ലൊരു സ്റ്റേജാണ് വേടൻ മറ്റുള്ള ആളുകൾക്ക് ഇവിടെ നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മളും ഇതേപോലെ പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി കണ്ടതാട്ടോ. ആ വണ്ടി ഒന്ന് ആ റോഡിലൂടെ ഒന്ന് പോകാൻ കഴിയണ്ടേ. അദ്ദേഹത്തിന് എസ്കോർട്ടാന്നുള്ള രീതിയിലാണ് തോന്നുന്നു. മുന്നിലൊരു വൈറ്റ് ഇന്നോവ ഹൈക്രോസ് പോകുന്നുണ്ട്. അതിന് തൊട്ട് പിന്നിലൊരു ഗ്രേ കളർ ഇന്നോവയിലാണ് വേടൻ സഞ്ചരിക്കുന്നത്, വേടനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ കളർ ഇന്നോവ ഒന്ന് റോഡിലേക്ക് കടന്നൊന്ന് ഉരുളണ്ടേ, അതിൻ്റെ വീലൊന്നും ഉരുളാൻ സമ്മതിക്കുന്നില്ല അവിടുത്തെ ജനക്കൂട്ടം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ വണ്ടി വളരെ പതുക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഡ്രൈവർ. എന്തായാലും ആളുകൾ അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് വേടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് അടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിയാവുന്ന എല്ലാ ആളുകളോടും സ്നേഹം പങ്കിട്ടും കൈകൊണ്ട് ഹസ്തദാനം നടത്തിയും ഒക്കെ തന്നെയാണ് വേടൻ സ്റ്റേജിൽ നിന്നും പോയിട്ടുള്ളത്. ആരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ ചെറുപ്പക്കാരൻ്റെ ഭാഗത്തുനിന്നും ഒരു സ്ഥലത്തും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവ്. അപ്പോൾ അങ്ങനെ പതുക്കെ ഈ ഇന്നോവ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വേടൻ സ്നേഹതീരത്തു നിന്നും സ്നേഹം എല്ലാവരുടെയും വന്നവരുടെയും എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് യാത്രയാവുകയാണ്.
അപ്പോൾ നമ്മളും വേടനെ കണ്ട സന്തോഷത്തിൽ യാത്രയാവുകയാണ് ഗൈസ്. ഹാപ്പി 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 ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്